ഹായ് ഗേയ്സ്, എല്ലാവർക്കും അമ്മൂസനസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. ഇന്ന് മക്കളെയൊന്നും കൂട്ടിയിട്ടില്ല, മക്കളൊക്കെ വീട്ടിലുണ്ടേ. അപ്പോൾ ഞാൻ ഇറങ്ങിയത് നമ്മുടെ നാട്ടിലെ ചർക്ക കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ കുറേ തവണ പോയിട്ടുണ്ട്, കുറേ മുന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോവുകയാണ്, അമ്മായിയോടേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ പോയി ചേച്ചീനെയും കൂട്ടിയിട്ട് ചർക്കയ്ക്ക് പോവുകയാണ് കേട്ടോ. ഒന്ന് പഴയ ഓർമ്മകളൊന്ന് പുതുക്കാൻ വേണ്ടി പോവുകയാണേ. ഹായ് കൂട്ടുകാരെ, ഗാന്ധിജിയുടെ കാലത്തെ ചർക്കയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഭാരതത്തിൽ നൂൽ നൂൽക്കാൻ ഉപയോഗിക്കുന്ന വൃത്താകൃതിയിലുള്ള ഒരു ഉപകരണമാണ് ചർക്ക. ചർക്ക പലതരത്തിലുണ്ട് കേട്ടോ. അപ്പോൾ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ് ഇതിന് കൂടുതൽ പ്രചാരം നൽകിയിട്ടുള്ളത്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ചർക്കയ്ക്ക് ഒരു പ്രധാന പങ്കുണ്ട്. ചർക്ക എന്ന ഹിന്ദി വാക്കിൽ നിന്നുമാണ് ചർക്ക എന്ന പദമുണ്ടായത്. ഒരു കാലത്ത് ശക്തമായ പ്രതിരോധത്തിൻ്റെ അടയാളമായിരുന്നു ചർക്ക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയുടെ പ്രിയപ്പെട്ട ആയുധം. വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത അദ്ദേഹം ചർക്കയിൽ നൂൽ നൂറ്റെടുത്തു. കൈത്തറി വസ്ത്രങ്ങളുടെ പ്രചാരണത്തിന് ചർക്ക അടയാളമായി. ചർക്കയിലുറങ്ങുന്ന ചരിത്രത്തെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൊണാട്ട് പ്ലേസിൽ ഒരു ചർക്ക മ്യൂസിയം തന്നെ ഉണ്ട്. പാലിക പാർക്കിംഗ് കേന്ദ്രത്തിനു സമീപം ഖാദി ഗ്രാമോദ്യോഗ് ഭവന് എതിർവശത്താണ് ഹെറിറ്റേജ് ചർക്ക മ്യൂസിയം പ്രവർത്തിക്കുന്നത്. ചർക്കയിൽ നൂൽനൂറ്റ് അതുകൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന വസ്ത്രങ്ങളുടെ മികവ് വിദേശീയർക്കും വ്യക്തമായി അറിയാമായിരുന്നു. എനിക്ക് ചർക്ക തരിക, ഞാൻ ഇന്ത്യയുടെ സ്വരാജിനു വേണ്ടി നൂൽ നൂൽക്കും എന്നായിരുന്നു ഗാന്ധിജിയുടെ വാക്കുകൾ. അതുകൊണ്ട് തന്നെ ഗാന്ധി മാർഗത്തിൻ്റെ, ഗാന്ധി ദർശനത്തിൻ്റെ ചലിക്കുന്ന പ്രതീകമാണ് ചർക്ക മ്യൂസിയം. കൊണാട്ട് പ്ലേസിലെ ചർക്ക മ്യൂസിയം ആദരമൊരുക്കുന്നതും ഏറ്റവും കൂടുതൽ ഗാന്ധിജിക്ക് തന്നെയാണ്. അപ്പോൾ ഇത്രയുമാണ് കേട്ടോ ചർക്കയെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് ഞങ്ങളുടെ നാട്ടിലെ ചർക്കയാണ്. ഇത് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ്. ഞാനൊക്കെ ചെറിയ കുട്ടിയാവുമ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അത് അതുപോലെ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. കുറേ ചേച്ചിമാരുണ്ട് അവിടെ ജോലിയെടുക്കാൻ. അപ്പോൾ എനിക്ക് അവർ അതിൻ്റെ ഭാഗങ്ങളും അതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ ഞാൻ പറയാം. പിന്നെ കുറച്ചൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് ഗൂഗിളിൽ നിന്നും യൂട്യൂബിൽ നിന്നൊക്കെ തപ്പിയെടുക്കാമല്ലോ എന്ന് കരുതി. പക്ഷേ ഈ ഒരു ചർക്കയെ പറ്റി മാത്രം വിശദമായിട്ട് എവിടെയും പറയുന്നില്ല കേട്ടോ. അതാണ് ഈ ചർക്കയുടെ പ്രത്യേകത. പിന്നെ ഗാന്ധിജീൻ്റെ കാലത്ത് ആ തക്കളി ഉണ്ടല്ലോ, ഗാന്ധിജി ആദ്യം നൂൽനൂറ്റ ചർക്ക, അതിനെ പറ്റിയിട്ടൊക്കെ കുറേ വീഡിയോയിലും ഗൂഗിളിലൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഈ ചർക്ക മാത്രം ഇത്തിരി പ്രത്യേകത ഉള്ളതാണ്. അതിനെപ്പറ്റി നമുക്ക് അവർ പറഞ്ഞു തന്നാൽ തന്നെ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ആ ചേച്ചിമാർ എനിക്ക് പറഞ്ഞു തന്ന വിവരങ്ങളൊക്കെ ഞാനങ്ങനെ ഷെയർ ചെയ്യുകയാണ്. ഇപ്പോഴത്തെ തലമുറ ഇന്നത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ മക്കളിത് കണ്ടിട്ടില്ല കേട്ടോ. എൻ്റെ മക്കളെ കൂട്ടാതെ ഞാൻ അന്ന് പോയത്. ഇനി പോണ സമയത്ത് മക്കളെ എന്തായാലും കൊണ്ടുപോകുന്നതായിരിക്കും. കാരണം പുതിയ തലമുറയൊക്കെ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലവും ഒരു കാര്യങ്ങളൊക്കെയാണ് ഇത്. പണ്ട് കാലത്തെന്നല്ല, ഇപ്പോഴും വീട്ടമ്മമാർക്ക് ഒരു പ്രധാന വരുമാന മാർഗം തന്നെയാണ് ഈ ചർക്ക എന്ന് പറയുന്നത്. ഈ ചർക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഒരു ജോലി, എന്ത് ജോലിക്കായാലും ഇപ്പോൾ ഒരു ടൈം ലിമിറ്റ് ഉണ്ടായിരിക്കും. രാവിലെ 9 മണിക്ക് മുതൽ 5 മണി വരെ, അല്ലെങ്കിൽ 8 മണി മുതൽ 6 മണി വരെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ടൈം ലിമിറ്റ് ഏത് ജോലിക്കും ഉണ്ടാവും അല്ലേ. അത് നമ്മളെപ്പോലുള്ള സാധാരണ വീട്ടമ്മമാർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുമാണ്. പിന്നെ പല കാര്യങ്ങളും ഉണ്ടാവും. അധികം ലീവൊക്കെ എടുക്കേണ്ടി വരും. അതിനൊക്കെ പറ്റിയൊരു എന്താ പറയുക, നമുക്ക് നമ്മുടെ ടൈമിനനുസരിച്ച് ചെയ്യാൻ പറ്റിയൊരു ജോലിയാണ് ഈ ചർക്ക എന്ന് പറയുന്നത്. കാരണം നമുക്ക് ചിലപ്പോൾ രാവിലെ നേരത്തെ പോകാൻ പറ്റിയില്ല എന്ന് വരും. നമുക്ക് പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ടൈമിനനുസരിച്ചിട്ടാണ് കേട്ടോ ഇവിടെ ജോലി ചെയ്യേണ്ടത്. ചില ദിവസം നമുക്ക് ഇത്തിരി വൈകി എത്തേണ്ടി വരും, ചിലപ്പോൾ നേരത്തെ പോകേണ്ടി വരും. പിന്നെ ചില ദിവസങ്ങളിൽ ലീവാക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും ഈ ചർക്കയ്ക്ക് ഒരു എന്താ പറയുക പ്രശ്നമല്ല. കഴി ഉണ്ടാക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. വസ്ത്രം നൂൽക്കാനുള്ള നൂലുണ്ടാക്കുന്നതിന് ഓരോ കഴി ഉണ്ടാക്കുക എന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ ലീവ് എടുക്കുമ്പോഴോ നമ്മൾ ഇത്തിരി താമസിച്ച് ചെല്ലുമ്പോഴൊക്കെ നമുക്കാണ് ഇത്തിരി കുറവ് വരുള്ളൂ, കഴി ഉണ്ടാക്കണതിൽ കുറവ് വരുള്ളൂ. അല്ലാതെ വേറെ ഒരു പ്രശ്നങ്ങളും അതിനില്ല കേട്ടോ. ഇപ്പോൾ അധികം സ്ഥലത്തൊന്നും ഇതില്ല, ചർക്കയില്ല. പാലക്കാട് ജില്ലയിൽ ഒരുപാട് ഭാഗത്തുണ്ട് കേട്ടോ. കടമ്പഴിപ്പുറം അങ്ങനെ ഒരുപാട് ഭാഗത്തുണ്ട്. അവരൊക്കെ അത് പറഞ്ഞു തന്നു.
പിന്നെ ഈ ചർക്കേൻ്റെ ഒരു പ്രാധാന്യം നോക്കിയാൽ അപ്പോൾ അന്നത്തെ കാലത്ത് ഞാൻ ഉള്ള കാലത്തൊന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ഒരു വില അറിയാൻ കാരണം ഇപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ടൊരു അവസരം കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ടും പോകുന്നതായിരിക്കും. കാരണം നമുക്ക് ടൈം ലിമിറ്റ് ഭയങ്കര പ്രശ്നമാണ് ഓരോ ജോലിക്കൊക്കെ. അതുകൊണ്ടാണ് വർക്കിനൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോഴൊക്കെ അങ്ങനെ ഒരു അവസരം നമ്മുടെ നാട്ടിൽ ഇവിടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പോവും. പിന്നെ ഇതിൻ്റെ ഭാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ മുഴുവനായിട്ട് എനിക്ക് അറിയില്ല. നമ്മുടെ തയ്യൽ മെഷീനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെയാണ് കേട്ടോ ഈ ചർക്കേൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തതാണ്. അതായത് തയ്യൽ മെഷീനിൽ നമ്മൾ എണ്ണയൊക്കെ കൊടുത്തിട്ടല്ലേ അത് ഈസി ആയിട്ട് ഓടിക്കാനാവുക. അതുപോലെ തന്നെയാണ് ഈ ചർക്കേൻ്റെ ഭാഗങ്ങളിൽ ഓരോന്നിലും എണ്ണ ഒക്കെ കൊടുത്ത് നല്ലപോലെ ആക്കിയാൽ മാത്രമേ നമുക്കത് തിരിക്കുമ്പോൾ പ്രയാസമില്ലാതെ കിട്ടുള്ളൂ. പിന്നെ എന്താ പറയുക, കഴിയും, നമുക്ക് വിചാരിച്ച പോലെ ഉണ്ടാക്കാൻ കഴിയും. പിന്നെ അതുമാത്രമല്ല കൈവേദന അങ്ങനെയുള്ള ഇതൊക്കെ കേടൊക്കെ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഈ മുകളിലുള്ള നൂല് ഉണ്ടല്ലോ, ഏറ്റവും മുകളിൽ ആ വലിയ നൂലുകൾ കാണുന്നതാണ് ഓരോ സ്ലേവറുകളാണ് കേട്ടോ. അതാ ഏറ്റവും മുകളിൽ. അതിൽ നിന്നാണ് ഈ താഴത്തെ നൂലുകൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അതിൽ നിന്ന് കൊടുത്തിട്ടാണ്, അതായത് ഒരു പഞ്ഞി പോലെ, അത് ശരിക്കും നൂലല്ല, പഞ്ഞി പോലെ ആണ്, ഇത്തിരി വണ്ണത്തിൽ. അത് താഴത്തേക്ക് കൊടുക്കുമ്പോഴാണ്, എന്നിട്ട് തിരിക്കുമ്പോഴാണ് ഈ താഴത്തെ ഇതിൽ മിഷ്യൻ നൂല് പോലെ കണ്ടില്ലേ ഏറ്റവും താഴത്ത്, അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അതാണ്ട് അതിൽ മിഷൻ നൂല് പോലെ അതിലേക്ക് നൂല് വരുമ്പോഴാണ്, ആ സ്ലേവേഴ്സിൽ നിന്ന് ഇതിലേക്ക് നൂല് വരുമ്പോൾ വണ്ണമില്ലാതെ നല്ല മിഷൻ നൂല് പോലെ ആവണുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഓരോന്ന് അറിയുമ്പോഴാണ് ഇതാ മുകളിലേക്ക് വെക്കണത്. എന്നിട്ട് ഈ ഒരു നൂലുണ്ടല്ലോ, ഈ നൂലിങ്ങനെ തിരിയുന്നുണ്ടല്ലേ, അതിന് നമ്മൾ ആ ചതുരാണ് കേട്ടോ മുകളിലിപ്പോൾ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ചതുരത്തിലുള്ള ഒരാകൃതിയിലുള്ള ഒരിതാണ്. അപ്പോൾ അതിലേക്ക് കൊടുക്കും. എന്നിട്ട് അതിലൊരു ക്ലിപ്പ് വെക്കും. അപ്പോൾ ആ ക്ലിപ്പ് ഇങ്ങനെ കുറേ കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചിട്ട് ക്ലിപ്പ് താഴത്തേക്ക് വീഴുമ്പോഴാണ് അതിൽ ഒരു 200 ഇഴ ആവണത് കേട്ടോ. അതായത് ഒരു കെട്ട് എന്ന് പറയാം. അപ്പോൾ അത് ക്ലിപ്പ് വീഴുമ്പോൾ പിന്നെയും ക്ലിപ്പ് വെച്ചിട്ട് പിന്നെ ആദ്യം തിരിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ രണ്ടാമത്തെ കെട്ടാവും. അപ്പോൾ അങ്ങനെ 5 കെട്ട് അതിൽ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ലാസ്റ്റാണ് കെട്ടുള്ളൂ. ഇതാണ്ടോ ക്ലിപ്പ് വീഴുമ്പോൾ എടുത്ത് മാറ്റിയിട്ട് പിന്നെ ഒന്നും കൂടി വയ്ക്കുക. അപ്പോൾ 2 കെട്ടായിട്ടോ 200 ഇഴ അങ്ങനെ 2 ആയിട്ടുണ്ട്. അങ്ങനെ 5 ആകുമ്പോൾ 1000 ഇഴ വരും കേട്ടോ. 1000 ഇഴയാകുമ്പോഴാണ് നമ്മളിത് നിർത്തിയിട്ട് അത് ഓരോന്നും ഓരോ കെട്ടാക്കി മാറ്റിയിട്ട് കൂടിച്ചേരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഒരു കഴിയാക്കി മാറ്റണത്. അങ്ങനെയാണ്. അപ്പോൾ ഒരു കഴിയിലെന്ന് പറഞ്ഞാൽ 1000 ഇഴയാണ് കേട്ടോ ഉണ്ടാവണത്. അപ്പോൾ ചർക്ക പറഞ്ഞാൽ ഇതിൽ 1-2 ഒന്നും മാത്രമല്ല കേട്ടോ. ഞാൻ വീഡിയോ എടുത്തത് 1-2 മാത്രമാണ് ഒരുപാട് നേരം എടുത്തത്. ഒരുപാട് എണ്ണം ഉണ്ട് കേട്ടോ, 20 ഉണ്ട്. അപ്പോൾ അതിലൊക്കെയും വർക്ക് ചെയ്യാൻ ആൾക്കാരുണ്ട്. പക്ഷേ കുറച്ച് പേരൊക്കെ ലീവായിരുന്നു. ഞങ്ങൾ പോയ ദിവസം ഇത്തിരി കൂടുതൽ പേര് ലീവായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ചേച്ചിമാരൊക്കെ അവിടെ നിന്ന് ചർക്ക തിരിക്കുന്നുണ്ടായിരുന്നു. വരാത്തവരൊക്കെ അത് ഭംഗിയായി മൂടിയിട്ട് നല്ലപോലെ ആക്കിയിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എപ്പോഴാണോ ഒഴിവ് കിട്ടുന്നത് വെച്ചാൽ അപ്പോൾ അങ്ങനെ വരും. അതാണ് അടുത്തൊരു രീതി. പിന്നെ അപ്പോൾ ഇവിടെ കഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ എനിക്ക് അതിനെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. കണ്ടോ, തയ്യൽ മെഷീനിൽ ചക്രം തിരിയണ പോലെയാണ് കണ്ടോ, കയറൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ അതിൽ ഓരോ 200 ഇഴയാകുമ്പോഴും ആ ക്ലിപ്പ് താഴെ വീഴും കേട്ടോ. പിന്നെ ആദ്യം വെക്കും, എന്നിട്ട് അങ്ങനെ അടുത്ത 200 ഇഴയും, അങ്ങനെ ലാസ്റ്റ് 5 ആകുമ്പോഴാണ് അത് ഓരോന്നും കെട്ടാക്കി കെട്ടി മാറ്റി വെച്ചിട്ട്, അതായത് 5 കെട്ടാണല്ലോ 200 ഇഴ വെച്ചിട്ട് 5 വേറെ വേറെ കെട്ടാക്കിയിട്ട് ലാസ്റ്റ് എല്ലാം കൂടി ഒരുമിച്ച് കെട്ടും. ഇതാ ഇങ്ങനെയാണ്, ഒരു നൂലും കൊണ്ട് തന്നെയാണ് കേട്ടോ എല്ലാത്തിനും വേറെ വേറെ കെട്ടണത്. ഞാൻ പറയണതിൽ തെറ്റൊക്കെ വരുമായിരിക്കും കേട്ടോ, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ എൻ്റേതായ ഭാഷയിലാണ് പറയണത്. പൊട്ടത്തരൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ.
അങ്ങനെ രണ്ടറ്റത്തുനിന്ന് നൂലെടുത്തിട്ട് ഇത് ഒരുമിച്ചൊരു കെട്ടാക്കുകയാണേ. എന്നിട്ടാണ് നമ്മൾ ആ ഇതിന്ന് എടുക്കണത്, ചക്രത്തിൽ നിന്ന് എടുക്കണത്. ചക്രം പറഞ്ഞാൽ ചതുരത്തിലാണ് ഇട്ടത്. അങ്ങനെ എടുത്തിട്ട് ഇതാണ്ടോ നമ്മൾ തിരിക്കണ പിടിയാണ് കേട്ടോ, അതിലിട്ടിട്ട് ഇങ്ങനെ തിരിച്ചെടുത്ത് അങ്ങോട്ട് മുകളിലേക്ക് ഉണ്ടോ മടയണ പോലെ അങ്ങോട്ട് എടുത്തിട്ട് ഒരു കെട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ 1000 ഇഴ ഉണ്ട് എന്നാണ്. 1000 ഇഴ ഉണ്ട്. അപ്പോൾ ഒരു കഴിയായി. ഇതാണ് നമ്മൾ ചർക്കയിലത്തെ പ്രവർത്തനം കേട്ടോ. നിങ്ങൾക്ക് വിശദമായിട്ടൊക്കെ അറിയണമെങ്കിൽ ഒരു ചർക്കയിൽ പോയി കാണുന്ന വേണം. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ വരലുണ്ടെന്നാണ് കേട്ടോ പറയണത്. സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇനി അടുത്തത് തുടങ്ങുകയാണേ. ഒരു കഴി റെഡിയായി, ഇനി അടുത്തത് തുടങ്ങണം. അപ്പോൾ നൂല് അതിലേക്ക് കൊടുത്തിട്ട് ക്ലിപ്പും വെച്ച് ഇങ്ങനെ തിരിച്ചാൽ മതി. ഒരു ദിവസം ഒരു 10-15 ഇത് കഴിയൊക്കെ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ പറയണത്. ഇതിങ്ങനെ കണ്ടു നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ നമുക്ക്. ചേച്ചിമാർ പറഞ്ഞാൽ എൻ്റെ ചേച്ചിമാരും ഉണ്ട് കേട്ടോ അതിൽ. എൻ്റെ ഫാമിലിയിലുള്ള ചേച്ചിമാരൊക്കെ 2-3 പേരുണ്ട് അതിൽ. 2 ചേച്ചിമാരുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഞാൻ മുന്നേ പരിചയമുള്ള ചേച്ചിമാരാണ്. അവരൊക്കെ ഒന്ന് എന്താ പറയുക ഓർമ്മ പുതുക്കി എന്ന് പറയാൻ പോയപ്പോൾ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു, എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. വിശദമായിട്ട് എന്താ പറയുക മനസ്സിലാവണില്ലെങ്കിൽ വിശദമായിട്ടൊക്കെ അറിയാം. ഒരു ചർക്കയ്ക്ക് പോകണമൊക്കെ നല്ല കേട്ടോ, കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കണമൊക്കെ നല്ലതാണ്. ഞാനിനി പോകുമ്പോൾ എൻ്റെ മക്കളെയൊക്കെ എന്തായാലും ഇത് കാണിച്ചു കൊടുക്കും. ഇവിടെ അപ്പുറത്തെ സൈഡിലായിട്ട് ഈ നെയ്ത്തുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ മറ്റേ ഭാഗത്ത് തന്നെ നെയ്ത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ നെയ്ത്ത് തൽക്കാലം നിർത്തി വെച്ചേർക്കാണ്. കാരണം അവിടെ ആൾ കുറവായതുകൊണ്ട് നിർത്തി വെച്ചേർക്കാണ്. ചർക്കയിൽ ഫുള്ള് ഇതിലും ഉണ്ട് കേട്ടോ. 20 എണ്ണത്തിലും ആളുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം ഞാനിതൊന്ന് തിരിച്ചു വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മൾ വന്ന സ്ഥിതിക്ക് നമ്മളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമല്ലോ. സത്യം പറയട്ടെ, മുന്നേയൊക്കെ വന്നിട്ടുണ്ടെന്നല്ലാതെ ഇത് കണ്ടു പോകാമെന്നല്ലാതെ ഞാൻ കാരണം എനിക്ക് നിൽക്കാനുള്ള എങ്ങോട്ടൊക്കെ പോകുമ്പോഴാണൊക്കെ കയറിയെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് വീടിൻ്റെ അവിടെ നിന്ന് കുറേ ദൂരം ഉള്ളതും കൊണ്ടാണ് ഞാൻ എപ്പോഴും ഒന്ന് പോകാതിരുന്നത്. പിന്നെ ഞാൻ ഇതുവരെ അത് ട്രൈ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് തിരിച്ച് നോക്കി. അപ്പോൾ നെയ്ത്തിൻ്റെ ഭാഗത്ത് ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ഗാന്ധിജീൻ്റെ കാലത്തുള്ളതാണ്. അപ്പോൾ ഇറങ്ങിയ ചർക്കകളാണ് കേട്ടോ അതൊക്കെ. ഇതാണ് ഗാന്ധിജി ആദ്യം തുടങ്ങിയ തക്കളി. അപ്പോൾ ഈ ഭാഗം ഇപ്പോൾ അവിടെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. നെയ്ത്തിൻ്റെ മെഷീനും എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. ഇതുണ്ടോ, ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നെയ്ത്ത് ഉള്ള സമയത്ത് ഞാൻ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം അതെങ്ങനെയാണെന്നൊക്കെ അറിയാം. ഇത് പാലക്കാട് ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കാണുക. പിന്നെ തൃശ്ശൂർ ജില്ലയിൽ ഇത് കുത്താമ്പുള്ളി ഭാഗത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ നെയ്ത്തും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ നെയ്ത്തും പഴയ പോലെ ഉഷാറായി വരട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. എന്താ പറയുക, പുതിയ ആൾക്കാരൊക്കെ ഇറങ്ങി അത് സജീവമായിട്ട് പഴയ പോലെ നെയ്ത്തും അടിപൊളിയായിട്ട് വരും എന്ന് നമുക്ക് വിചാരിക്കാം അല്ലേ. ഇത്രയും ഉണ്ട് കേട്ടോ നെയ്ത്ത് മെഷീനുകൾ. അത്രയും ഉണ്ട്, കുറേ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. എനിക്കറിയുന്ന പോലെയൊക്കെ പറഞ്ഞു തന്നു. ഞാൻ പിന്നെയും പറയുകയാണ്, തെറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ചർക്ക സന്ദർശിക്കുക. അപ്പോൾ അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളൂ. നമ്മളെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ തുടർന്നും എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.